എന്ന് പറഞ്ഞ് നാട് മുഴുവൻ മഞ്ഞക്കുറ്റി സ്ഥാപിച്ച് ഏതാണ്ട് 75 കോടി രൂപ ചെലവിട്ടു. ഇപ്പോൾ ആ മഞ്ഞക്കുറ്റിയൊക്കെ പിഴുതെടുക്കാൻ വേണ്ടിയിട്ട് കുറെ പണം ചെലവിടാൻ പോകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതൊന്നും പിണറായി വിജയന്റെ തറവാട്ടെന്ന് കൊണ്ടുവരുന്ന പണമല്ല. അതെല്ലാം പാർട്ടി വിശദമായിട്ട് വിലയിരുത്തൽ നടത്തിയിട്ട് കഴിഞ്ഞ ദിവസം MT രമേശ് ആ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ആ വിശദീകരിച്ചതാണ് പാർട്ടിയുടെ നിലപാട്. MT രമേശ് പറഞ്ഞത് ഞാൻ വീണ്ടും ആവർത്തിക്കണ്ടല്ലോ, അതിനെ വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല. MT രമേശ് പറഞ്ഞത് വേണമെങ്കിൽ പ്രസ്താവന എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ല, ഞാൻ നിങ്ങൾക്ക് എത്തിച്ചേരാം. അല്ല, അതൊക്കെ ആ സമയത്ത് നിങ്ങളുടെ പോലെയുള്ള മാധ്യമപ്രവർത്തകർ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ട്, മറുപടി പറഞ്ഞിട്ടുണ്ട്. മേയറുടെ തെരഞ്ഞെടുപ്പിനേക്കാൾ പ്രാധാന്യമുള്ള നിരവധി വിഷയങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതോടൊപ്പം തന്നെ കാരണം ഇന്നലെ ഒരു മിനിറ്റ് മേയറുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് നിങ്ങൾ തിരിച്ചു മറിച്ചൊക്കെ പലതും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഈ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഇന്നലെ നടത്തിയ ഒരു പ്രസ്താവന കേരളത്തിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ സംസ്ഥാന ഗവൺമെൻറ് ഒരു പുതിയ കാർഡ് ഇറക്കാൻ പോകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുള്ള നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു യുണീക്ക് ഐഡൻറ്റിറ്റി കാർഡുണ്ട്. ആധാർ കാർഡ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ ആധാർ കാർഡിൻ്റെ അധികാരത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണോ കേരള സർക്കാർ പുതിയ ഈ ഐഡൻറ്റിറ്റി കാർഡ് ഇറക്കാൻ പോകുന്നത്? ഈ പുതിയ ഐഡൻറ്റിറ്റി കാർഡിന് നിയമസാധുത ഏത് തരത്തിലാണ് ഉണ്ടാവുക? ഇന്ത്യൻ ഭരണഘടനയിൽ ഇല്ലാത്ത ഒരു കാര്യം, സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക ഒരു സർട്ടിഫിക്കറ്റ് നൽകാൻ അല്ലെങ്കിൽ കാർഡ് നൽകാനുള്ള അധികാരം. ആ അധികാരം സംസ്ഥാന സർക്കാർ ഏത് വകുപ്പുകളുടെ അടിസ്ഥാനത്തിൽ, ഭരണഘടനയുടെ ഏത് വകുപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്യാൻ പോകുന്നത്? അതോ ആരെങ്കിലും മുഖ്യമന്ത്രിയെ സമീപിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആരെങ്കിലുമായിട്ട് ഒരു കരാർ ഏർപ്പെടാനുള്ള തയ്യാറെടുപ്പിൻ്റെ തുടക്കം എന്നുള്ള നിലയിലാണോ ഈ പ്രഖ്യാപനം? ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ മുന്നിൽ ഇതുപോലെയുള്ള നിരവധി ഉദാഹരണങ്ങൾ ഈ സർക്കാരിൻ്റെതായിട്ടുണ്ട്. ഇപ്പോൾ സിൽവർ ലൈൻ എന്ന് പറഞ്ഞ് നാട് മുഴുവൻ മഞ്ഞക്കുറ്റി സ്ഥാപിച്ച് ഏതാണ്ട് 75 കോടി രൂപ ചെലവിട്ടു. ഇപ്പോൾ ആ മഞ്ഞക്കുറ്റിയൊക്കെ പിഴുതെടുക്കാൻ വേണ്ടിയിട്ട് കുറെ പണം ചെലവിടാൻ പോകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതൊന്നും പിണറായി വിജയന്റെ തറവാട്ടെന്ന് കൊണ്ടുവരുന്ന പണമല്ല. ഇതൊക്കെ ഈ നാട്ടിലെ സാധാരണ നികുതിദായകൻ, ആ നികുതിദായകൻ നൽകുന്ന നികുതി പണത്തിൽ നിന്നാണ് ഈ പണം മുഴുവൻ ചെലവാക്കാൻ പോകുന്നത്. അതുപോലെ ഒരാൾക്കും പ്രയോജനപ്പെടുത്താത്ത, ഒരു സാധുതയുമില്ലാത്ത ഒരു കാർഡ് നൽകുന്നു എന്നുള്ള പ്രഖ്യാപനം, ആ പ്രഖ്യാപനം ഇതുപോലെ ആരെങ്കിലുമായിട്ട് കരാറുണ്ടാക്കി ആ കരാറിൻ്റെ ഒരംശം വരുന്ന തെരഞ്ഞെടുപ്പിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് അവരുടെ തെരഞ്ഞെടുപ്പ് ഫണ്ട് സമാഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമത്തിൻ്റെ തുടക്കമായിട്ടാണോ ഈ പ്രഖ്യാപനം ഇന്നലെ നടന്നത് എന്നുള്ള ആശങ്ക ഈ കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. കാരണം ഈ സർക്കാർ ഇതുപോലെ നടത്തിയിട്ടുള്ള നിരവധി കാര്യങ്ങൾ നികുതിദായകൻ്റെ പണം നഷ്ടപ്പെടുത്തുന്ന തീരുമാനങ്ങൾ, നികുതിദായകൻ്റെ കീശ കാലിയാക്കുന്ന തീരുമാനങ്ങൾ, ആ തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളൊരു സർക്കാരാണ്. മഞ്ഞക്കുറ്റി അതിലെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ്. സിൽവർ ലൈനിൻ്റെ പേരിൽ ചെലവാക്കിയ തുക, ഈ പദ്ധതി നടപ്പാവില്ല എന്ന് മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് തന്നെ നാട് മുഴുവൻ മഞ്ഞക്കുറ്റി സ്ഥാപിച്ചു. ആർക്കൊക്കെയാണ് അതിൻ്റെ പേരിൽ പ്രയോജനം ഉണ്ടായത് എന്ന് അന്വേഷിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. അതേപോലെ ഈ പുതിയ കാർഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആരുമായിട്ടാണ് കരാർ ഒപ്പിട്ടിരിക്കുന്നത്? അതല്ല, ആരെങ്കിലുമായിട്ട് കരാർ ഒപ്പിടാനുള്ള തീരുമാനം സർക്കാരിൻ്റെ തലത്തിലോ പാർട്ടി തലത്തിലോ എടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണോ? ഇതിൽ വലിയൊരു അഴിമതി സംശയിക്കുന്ന ഒരു സാഹചര്യമാണ് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തിലൂടെ ഇന്നലെ ഉണ്ടായിട്ടുള്ളത്. മുഖ്യമന്ത്രി പറഞ്ഞ ആധാറിന് പകരമല്ല, പക്ഷേ ആധാർ പോലുള്ള രേഖകളുള്ളപ്പോഴും പലരും തങ്ങളിവിടുത്തെ പൗരന്മാരാണ് തെളിയിക്കേണ്ട ഒരു ദുര്യോഗം വന്നിട്ടുണ്ട്. അത് മറികടക്കാനാണ്. അതിനെന്ത് നിയമസാധുതയുണ്ട്? നിയമസാധുത ഭരണഘടനയുടെ ഏത് വകുപ്പ് അനുസരിച്ചിട്ടാണ് സംസ്ഥാന സർക്കാർ നൽകുന്ന ഒരു രേഖ, ആ രേഖ ആധാറിന് വിരുദ്ധമാണെങ്കിൽ ഏത് രേഖയാണ് അടിസ്ഥാനപരമായിട്ട് പരിഗണിക്കപ്പെടുക? അത് ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചാൽ മതി.
അല്ലെങ്കിൽ ഈ കാർഡ് പുറത്തു വന്നതിന് ശേഷം ഇതേപോലെ കാർഡ് ഉണ്ടാക്കുന്ന കമ്പനിക്കാർക്ക് കുറേ പണം കൊടുക്കും, അതിൻ്റെ ഒരംശം മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർക്ക് കിട്ടും, ഈ നാട്ടിലെ ജനങ്ങൾക്കാർക്കും ഒരു പ്രയോജനം ഉണ്ടാവില്ല. കോടതി തീരുമാനിച്ചോട്ടെ. കോടതിയിലല്ലേ കൊടുത്തിരിക്കുന്നത്, എൻ്റെ അടുത്ത് തന്നിട്ടില്ല. അതല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചോട്ടെ, അത് ഞാനെന്ത് ചെയ്യും, എനിക്കൊന്നും പറയാൻ പറ്റില്ല. കേന്ദ്രമന്ത്രി ലോകം മുഴുവനുള്ള എല്ലാ കാര്യങ്ങളും പറയാം. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചട്ടങ്ങളും നിയമങ്ങളും പരിശോധിച്ചിട്ട് തീരുമാനം എടുക്കട്ടെ. ആ തീരുമാനം വന്നതിന് ശേഷം നമുക്ക് ആലോചിക്കാം. ആ വിലയിരുത്തലിൻ്റെ പൂർണ്ണമായിട്ടുള്ള വിവരം MT രമേശാണ് വിശദീകരിച്ചത്. ആ വിശദീകരണത്തിൻ്റെ കോപ്പി വേണമെങ്കിൽ ഞാൻ എത്തിക്കാം. മറ്റൊരു വിഷയം, ബിനോയ് വിഷയം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംസ്ഥാന അധ്യക്ഷൻ നേരിട്ടെത്തി പത്രസമ്മേളനത്തിൽ തൻ്റെ മണ്ഡലവും അതുപോലെ തന്നെ താൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള വാർത്താ സമ്മേളനം ഒരു ഏകാധിപത്യ നടപടിയിലേക്ക് BJP പോകുന്നു എന്നുള്ളതാണ്. അത് നിയമപരമായിട്ട് അദ്ദേഹത്തിന് ചോദ്യം ചെയ്യാം, നിയമത്തിന് വിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ. അല്ല, അദ്ദേഹം ചോദിച്ച പാർട്ടിയിലെ ഉൾപാർട്ടി ജനാധിപത്യം ഇല്ലാതാക്കി എന്നാണ് പുതിയ സംസ്ഥാന അധ്യക്ഷൻ നേരെയുള്ള ഒരു ആരോപണം. ബിനോയ് വിശ്വം BJP-യിലെ മെമ്പർ അല്ലല്ലോ. അല്ല, ബിനോയ് വിശ്വം ആദ്യം BJP-യിൽ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ BJP-ക്ക് അകത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ ഞങ്ങൾ പരിഗണിക്കും. കഴക്കൂട്ടത്തെ കാര്യം എനിക്കറിയില്ല, അത് പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. എനിക്ക് മത്സരിക്കാൻ പിന്നെ പാർട്ടി തീരുമാനിക്കുകയാണെങ്കിൽ ഞാൻ മത്സരിക്കുമല്ലോ. അല്ല, നേരത്തെ പ്രഖ്യാപിക്കുകയോ ഇല്ലയോ എന്നുള്ളതൊക്കെ തെരഞ്ഞെടുപ്പിന് ഇനിയും, കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസത്തിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞാൽ 2021. ഇനി 2-3 മാസം ഉണ്ടല്ലോ. അപ്പോൾ അതിനിടയിൽ നിങ്ങളെല്ലാവരും ഉണ്ട്, ഇവിടെ ഉണ്ടാവും, ഞാനിവിടെ ഉണ്ടാവും, നമ്മൾ തമ്മിൽ കാണാം. ഈ പാലക്കാട് മറ്റൊരു വിഷയം, ശ്രീകൃഷ്ണകുമാർ ഈ കുട്ടികളെ അധിക്ഷേപിക്കുന്ന തരത്തിൽ മദ്യപിച്ചിട്ടാണ് വന്നത് കരോൾ നടത്തിയതെന്നുള്ള രീതിയിലുള്ള ഒരു പരാമർശം പാലക്കാട് നിന്നും ഞാൻ കണ്ടില്ല, പരാമർശം കണ്ടില്ല. അത്തരത്തിലുള്ള സാധനം ഉണ്ടോ? അത് BJP പ്രവർത്തകനാണ് പിടിയിലായിട്ടുള്ളത്. എവിടെ പിടിയിലായി? പാലക്കാട് കരോൾ സംഘത്തിനുണ്ടായിരുന്നു. അങ്ങനെ ഒരു കരോൾ സംഘമേ അവിടുത്തെ പള്ളിയിൽ നിന്ന് പോയിട്ടില്ല എന്ന് അവിടുത്തെ ബിഷപ്പ് പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം അതിന് DYFIയുടെ കരോൾ സംഘമാണോ എന്ന് എനിക്കറിയില്ല. രാഷ്ട്രീയ മുതലെടുപ്പിനാണ് ശ്രമിച്ചത്. അറിയില്ല, നോക്കാം, അന്വേഷിച്ച് നോക്കാം. നിങ്ങളും അന്വേഷിച്ച് നോക്കും, ഞാനും അന്വേഷിക്കാം. അല്ല, എനിക്കറിയില്ല, അത് നിയമം നിങ്ങൾക്ക്, നമ്മുടെ മുന്നിൽ നിയമങ്ങളില്ലെന്ന് നിങ്ങൾ നോക്കുക, ഞാനും നോക്കുക, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോക്കട്ടെ. അവസാനമായിട്ട് ഞാനും നിങ്ങൾ കൂടി തീരുമാനിക്കേണ്ട വിഷയമല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിക്കേണ്ട വിഷയം. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിക്കും. അതെ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിക്കട്ടെ. അല്ല, അതിനെക്കുറിച്ച് പരാതി ഇപ്പോൾ ഉള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മുന്നിലാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മുന്നിലുള്ള ഒരു വിഷയത്തെക്കുറിച്ച് ഞാൻ അഭിപ്രായം പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സ്വാധീനിക്കാനാണെന്നൊക്കെ നാളെ നിങ്ങൾ തന്നെ പറയും. അത് ചെയ്യാതിരിക്കുന്നതല്ല നല്ലത്, പ്രത്യേകിച്ച് ഒരു മുൻ കേന്ദ്രമന്ത്രി. എന്തായാലും അദ്ദേഹം ഒരു കൗൺസിലറായിരിക്കും. അല്ല, അതാ പറഞ്ഞത്, അത് ഹി ഓർ ഷീ ആരാണെങ്കിലും ഒരു കൗൺസിലർ തന്നെയുള്ളൂ, അല്ലാത്ത ഒരാളെ എന്തായാലും എടുക്കില്ല.